നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഇവിടുന്ന് പഴയ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ മുൻ KPC പ്രസിഡന്റുമാരെ, ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരെ, ഇവരെല്ലാം ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുക. ഇനി അവരുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം ആണോ ഇത് തീരുമാനിക്കുന്നത്? ഇനിയിപ്പോൾ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ഈ വോട്ട് ചെയ്ത വോട്ടർമാരെ ഇനി എപ്പോൾ വിളിക്കും എന്ന് കാത്തിരിക്കുക. ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഞങ്ങളൊക്കെ വോട്ട് ചെയ്തവരാ. ആ വോട്ട് ചെയ്ത ഞങ്ങളെയൊക്കെ എപ്പോഴാണ് വിളിക്കുന്നത്? ഞങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അല്ല, ഇതിനകത്ത് ഈ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ അവിടെ മെനക്കെട്ടിരുന്നിട്ട് ഈ 61 MLA-മാരെ വിളിച്ചാൽ കൃത്യമായിട്ട് വിവരം കിട്ടും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഡൽഹിക്ക് പോയിരിക്കുന്ന ആൾക്കാരെ ഫോണിൽ വിളിച്ചാൽ വിവരം കിട്ടും. ഇത് എന്തിനു വേണ്ടി ഇവരെയൊക്കെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കെന്ന് ചോദിച്ചാൽ, ഇത് അവിടെ ഹൈക്കമാൻഡ് ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ടൈം ബൈ, സമയം വാങ്ങുക എന്ന് പറയും. അപ്പോൾ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 2 ദിവസം കൂടെ തീരുമാനത്തിൽ വൈകുന്നു. 2 ദിവസം തീരുമാനം വൈകുന്ന 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇവിടെ ഒന്ന് കാം ഡൗൺ ചെയ്യുക. രണ്ടാമത്, ഈ പറയുന്ന 3 പേരും കുറച്ചുകൂടെ മച്ചുറാവുക. കുറച്ചൊക്കെ ഇമോഷണൽ ആയിരിക്കുന്നവർ കുറച്ചുകൂടെ മച്ചുറായിട്ട് ചിന്തിക്കാനുള്ള ടൈം കൊടുക്കണം. ഇതാരെങ്കിലും ഉപദേശിച്ചു കൊടുത്തായിരിക്കും. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഈ നേതാക്കന്മാരെ വിളിക്കുന്നത്. അല്ലാതെ ഇവരോട് ഇനി എന്ത് ചോദിക്കാനാണ്? കാരണം ഇവർ പറയുന്ന അനുസരിച്ച് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ജനവികാരത്തെ അംഗീകരിക്കുന്നു, അതോ MLA-മാരുടെ എണ്ണത്തെ അംഗീകരിക്കുന്നു, അതോ ഹൈക്കമാൻഡിൻ്റെ ഇതിനെല്ലാം മുമ്പെടുത്തൊരു തീരുമാനത്തെ അംഗീകരിക്കും? ഇതാണ് പ്രശ്നം. അത് ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇല്ല, ഞങ്ങളുടെ തീരുമാനം KC വേണുഗോപാലിനെ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായിട്ട് അയക്കാനാണ്, അതിൽ ഞങ്ങൾക്ക് ഇനിയും വേറെ ഒന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ. അതല്ല, ഞങ്ങൾക്ക് KC വേണുഗോപാലിനെ അയക്കുന്നത് നല്ലതാണോ, സേഫാണോ, അത് ഇവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇത് അറിയാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ജനങ്ങളുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ വേറൊരു പ്രതിനിധികളെ ഇങ്ങോട്ടൊന്ന് അയച്ചാൽ മതി. 1 ദിവസം 2 ദിവസം കൊണ്ട് ഇവിടെ വന്ന്, ഇവിടുന്ന് പോയപ്പോൾ തന്നെ അവിടെ നിന്ന് പോയ പ്രതിനിധികൾക്കൊക്കെ മനസ്സിലായി. ഇല്ല, ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. വെറുതെ റോഡിൽ ഇറങ്ങി പോകുന്ന വഴിക്ക് 10 പേരോട് ചോദിച്ചാൽ കൃത്യമായ വിവരം കിട്ടും. ഇവർ ഹൈക്കമാൻഡ് അന്ന് പറയാതെ തന്നെ പോയി ചോദിക്കാമല്ലോ. നമ്മളൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആളുകളുടെ മൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ എത്രയോ തവണ പോയി ഈ കടകളിലും വീടുകളിലും ഒക്കെ ഇറങ്ങി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 10 പേരോട് ചോദിക്കുമ്പോൾ നമുക്കറിയാം ആളുകൾ എന്താ, അവരൊന്നും പറയണമെന്നില്ല. വോട്ടർമാർ അവരുടെ ഉള്ളിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന വിവരം പോലും സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അതൊരു ജേർണലിസ്റ്റിന് കഴിയേണ്ട ഒരു കാര്യം. അതാണല്ലോ നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ഇവരോട് ചോദിച്ചാൽ ഇവർ പറയും, ആളുകളും പറയും, ഈ MLA-മാരും പറയും, ജനങ്ങളും പറയും, എല്ലാം പറയും. പക്ഷേ അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിൽ നിങ്ങൾ പിന്തുണ നൽകുന്നതാണെങ്കിൽ അത് നടക്കട്ടെ, അത്ര പറയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ വേറൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഘടകകക്ഷികളെ വിളിക്കുന്നുണ്ടെന്ന്. അതെ, ഘടകകക്ഷികളെ അത് ഫോണിൽ വിളിക്കുക, അങ്ങോട്ട് വിളിക്കുന്നില്ല. ഫോണിൽ വിളിച്ച് ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയും. പിന്നെ ഇപ്പോൾ ഘടകകക്ഷികളോട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തന്നെ ഈ പ്രതിപക്ഷത്തുള്ളവരെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-നെയൊക്കെ വിളിക്കും. അതുകൊണ്ടാവുന്നറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വോട്ടർമാരാണ്. ഇപ്പം അതേ ഉള്ളൂ. ഇന്ന് മനോരമ പത്രത്തിലെ ഒരു ചതുരംഗം ഒരു എന്താണ് പദപ്രശ്നം ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കുക. ആ ലെവലിലേക്ക് എത്തി. എന്തോ ഒരു പരിഹാരം. സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം മുഖ്യമന്ത്രിയെ കിട്ടിയില്ല, കടലിൽ തപ്പുന്നു. കോൺഗ്രസിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കടലിലേക്ക്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ട്? ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് വരെ 3 ആഴ്ച സമയം കിട്ടിയില്ല. അപ്പോഴെങ്കിലും ഈ 3 പേരെ വിളിച്ച് അവരോട് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ 3 ആഴ്ച ഈ നമ്മുടെ ഹൈക്കമാൻഡ് എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ഇത് തന്നെ ആളുകൾ ചോദിക്കുന്നത്, എന്തിനാ ഈ പ്രഹസനം? അവരെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്, ഒരാളിനെ അവർ തീരുമാനിച്ചു. അല്ല, അവർ തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ആഗ്രഹം അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തെങ്കിൽ പിന്നെ ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ആ അന്തിമ തീരുമാനത്തിന് വേണ്ടിയാണ് അവിടെ കിടന്നുകൊണ്ട് ഈ വിഷമിക്കുന്നത് മുഴുവൻ. അതിനാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ പറയുന്നത് വളരെ തമാശയായിരിക്കും. അമ്മ, മകൻ, മകൾ, സഹോദരിമാർ, അമ്മയും കൂടെ ചേർന്നുള്ള ഒരു ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ രാഹുൽ ഗാന്ധി അത് സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ കോർട്ടിലേക്ക് തട്ടി, പ്രിയങ്ക ഗാന്ധി അത് അമ്മയുടെ കോർട്ടിലേക്ക് തട്ടും. അങ്ങനെ അവസാനം അമ്മ പറയും, അമ്മയുടെ തീരുമാനത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് സോണിയാഗാന്ധിയുടെ. ഏതായാലും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ജനം ഇപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം VD സതീശൻ്റെ ക്യാമ്പ് പോലും നിരാശയിലാണ്. അപ്പം അവരോലും പലരും പ്രതീക്ഷിക്കുന്നു VD സതീശൻ ആയിരിക്കും ഹൈക്കമാൻഡ്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ നിരാശയിലിരിക്കുന്നത്
സാക്ഷാൽ കെ സി വേണുഗോപാൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയി വന്നാലും മുഖ്യമന്ത്രി ആയില്ല, അതൊക്കെ നിരാശയാണ്. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അതിൻ്റെ നിരാശ. മുഖ്യമന്ത്രിയായി വന്നാൽ ഇവിടെ അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള കൺസേൺ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ടല്ലോ. അത് ഈസിയൊന്നും ആയിരിക്കില്ല. പുള്ളി ഈ ജനവികാരം എതിരാക്കി വെച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വെച്ച് നിൽക്കുക. ഇപ്പം സ്ത്രീകൾ ഞങ്ങളുടെ സൗജന്യയാത്ര ഇവിടെ ചോദിച്ചു തുടങ്ങി. അത് മാത്രമല്ല റീചാർജ് ചെയ്യുന്നില്ല എന്ന് പലരും. ഈ പാസ് ഈ യാത്ര ചെയ്യാനുള്ള കാർഡ് റീചാർജ് ചെയ്യുന്നില്ല. നല്ല രസകരമായിട്ടൊരു ട്രോൾ ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ. ഒരു ഭാര്യ ഭർത്താവും. അപ്പോൾ രാവിലെ പിന്നെ അവർ ഇവിടെ യാത്ര ചെയ്യാൻ പോവാം. അപ്പോൾ ആ ഭർത്താവിനെ ആ ഭാര്യ പിന്നെ സാരി ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ ഷാൾ ഇട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മീശയാണ്. ആ മീശയ്ക്ക് മാസ്ക് വെച്ചു. മറ്റേ മാസ്ക് നമ്മളിലെ കോവിഡ് കാലത്ത് അറിയില്ലേ, മാസ്കും വെച്ച് സൂപ്പറായിട്ട് ഒരു സ്ത്രീ പോകുന്നതേ കണക്ക്. അറിയാം, പട്ടികുലി ലാഭിക്കാമല്ലോ, സൗജന്യമല്ലേ യാത്ര സ്ത്രീ ആണെങ്കിൽ. ഇത് വേറെ പരിശോധിക്കാൻ പറ്റുമോ? കണ്ടക്ടർക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ടോ? എന്ത് ചെയ്യും? നമ്മുടെ ആളുകളുടെ ഭാവനയെ വളർത്താനും അവരുടെ ക്രിയേറ്റിവിറ്റിയെ വളർത്താനും ഒക്കെ ഇത് സഹായമായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ ഒരു ഭാഗ്യമേ. അല്ലെങ്കിൽ ഇപ്പം ഈ CPM ആയിരുന്നു അല്ലെ LDF ആയിരുന്നു ഭരണത്തിൽ കയറിയിരുന്നെങ്കിൽ അവര് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ലിസ്റ്റ് ഇങ്ങോട്ടിടും. ഞങ്ങളുടെ മന്ത്രിമാർ ഞങ്ങളുടെ അവരുടെ വകുപ്പുകളിൽ നിന്നും പറഞ്ഞ് ഒരു റിലീസ് ഇറക്കും. അല്ലാതെ ഇവർക്ക് വെറുതെ AK സെന്ററിന് മുന്നിൽ പോയി ക്യാമറയും വെച്ച് കാത്തു നിൽക്കാനേ പറ്റുള്ളായിരുന്നു. ഇപ്പം എന്തോ ഒരു വാർത്തയാണ് നീണ്ടു പോകുന്തോറും അവരുടെ റേറ്റിംഗിന് കൂടിക്കൊണ്ടിരിക്കുക. വാർത്തകളുടെ കൂമ്പാരം. കാരണം എപ്പോഴാണ് ആളുകളെല്ലാം നോക്കിയിരിക്കല്ലേ. അപ്പം പിന്നെ ഓരോ ആളുകൾക്ക് വേറെ ഒന്നും സംസാരിക്കില്ല. ഇവിടെ ആയോ എനിക്ക് ദിവസവും കിട്ടുന്നതാണ്. ആരാണ് വല്ല വിവരം കിട്ടിയോ, സൂചന കിട്ടിയോ? എനിക്കൊന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അവർ മറന്നിട്ട് അവരെല്ലാവരും ഇപ്പോൾ ഇന്നും നോക്കിയിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഏത് മീഡിയയാണ് ബ്രേക്ക് ചെയ്യുന്നത്? ബ്രേക്കിംഗ് എന്ന് എഴുതി കാണിച്ചാൽ ഉടൻ അല്ല. ഇപ്പം ബ്രേക്ക് ചെയ്താലും ആർക്കും വിശ്വാസമില്ല. പിന്നെ കർത്താവിൻ നെഞ്ചത്തെ തൊട്ട് ഞാൻ വിശ്വസിക്കൊള്ളുന്ന സെന്റ് തോമസ് പറഞ്ഞ പോലെ അവസാനം ഇത് സാക്ഷാൽ പിന്നെ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് വിശ്വസിക്കുള്ളൂ. അല്ലാതെ ബ്രേക്കിംഗ് ഒന്നും. ഏതായാലും ഇപ്പൊ രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേ ഇപ്പൊ രാത്രിയിൽ നമ്മൾ ഈ അമേരിക്കയിലൊക്കെ പകലായിരുന്നല്ലോ. അപ്പൊ ഇല്ല, അമേരിക്കക്കാർക്കൊക്കെയാണ് നമ്മളെക്കാളും ഭയങ്കരമായിട്ട്. അപ്പൊ രാവിലെ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഉടനെ ചറവറാന്ന മെസ്സേജ്. ഇപ്പൊ നെറ്റ് അങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ മെസ്സേജുകൾ എന്തോ ആയി വല്ലതും അറിഞ്ഞോ ബ്രേക്കിംഗ് ആയോ വല്ലതും അറിഞ്ഞോ. എത്ര മെസ്സേജുകൾ രാവിലെ. ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സമയം തന്നെ അധികമാവും. എന്ത് ചെയ്യാനാ ഇതിനൊരു എനിക്ക് ഒരു സംശയമുണ്ട്. ഇപ്പം BJPയുടെ ഒരു അജണ്ട അല്ല, അവരുടെ അജണ്ട പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതൊരു കോൺഗ്രസ് മുക്ത കേരളമാക്കാൻ വേണ്ടി ആ അജണ്ട ഇപ്പം ഹൈക്കമാൻഡ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണെന്നൊരു സംശയം. BJPയുടെ ജോലി കുറയുക അപ്പോഴേ. അതെ, BJPയുടെ പണി അവരെ ഏറ്റെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് തീർന്നു കിട്ടും. ഇതിനകത്ത് യാതൊരു സംശയം വേണ്ട, തീർന്നു കിട്ടും. ഇതിവിടെ തുടർഭരണം ഇവിടെ പറയുന്നത് കേട്ട് ഞങ്ങൾ ഇനി അടുത്ത 10 വർഷത്തേന് ഒരു തുടർഭരണം കൂടെ ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾ 10 വർഷത്തേന് ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെയാണ് ചില നേതാക്കന്മാർ ഗീർവാണം അടിച്ചത്. അപ്പോൾ ഒരു നേതാവ് എന്നോട് പറയാ, നിങ്ങൾ നോക്കി പിണറായി ഇവിടെ 10 വർഷം ഇരുന്നാലും ഞങ്ങൾ ഇവിടെ 20 വർഷം ഇരിക്കും. ഞാൻ കണക്കൂട്ടി, നമുക്ക് 20 വർഷത്തെ ആയുസുണ്ടോ? ഈ 20 വർഷം നമുക്ക് കാത്തിരിക്കാം. ഇത് വേറെ കാര്യം അറിയാമോ? പിണറായി വിജയൻ എല്ലാവരും വിചാരിച്ചു എല്ലാം കൂടെ പാക്ക് ചെയ്ത് നേരെ അങ്ങ് ധർമ്മടത്തിന് പോകുന്നത്. പിന്നെ വിചാരിച്ചു ഇദ്ദേഹം അല്ലല്ല കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവായാലല്ലേ, പിന്നെ KK സെന്ററിന് മുമ്പിലുള്ള ഫ്ലാറ്റിലേക്ക് മാറും എന്ന് വിചാരിച്ചു. ഇപ്പം പിണറായി വിജയൻ വീട് വാടകയ്ക്ക് എടുത്തു. എല്ലാവരും ഞെട്ടിച്ചോണ്ട്. വീട് വാടകയ്ക്ക് ചെറിയ വീടൊന്നുമല്ല, അവിടെ വണ്ടികൾക്ക് ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാവുന്ന വീട് വാങ്ങി. ഞാൻ മനസ്സിലാക്കുന്നത് സാഹചര്യങ്ങൾ മാറുന്നു. ഇവിടെ കോൺഗ്രസിന്റെ വിജയത്തെ ആഘോഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പിണറായി വിജയൻ ഇനിയിപ്പം മുഖ്യമന്ത്രിയാവില്ല എന്നുള്ളതല്ല, ഒരു പണി കൊടുത്തിട്ട് പോകാമെന്ന് പിണറായി വിജയൻ മിക്കവാറും തീരുമാനിച്ചുറച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പണ്ട് കരുണാകരൻ താമസിച്ച അതേ രീതിയിൽ തന്നെയാ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളി. അതുകൊണ്ട് ജാഗ്രത എന്ന് എനിക്ക് പറയാനുള്ളൂ. ജാഗ്രത കോൺഗ്രസ്സുകാരെ എന്നേ പറയാം. കർണാകരൻ താമസിച്ച ആ വീടല്ലല്ലോ. ആ വീടല്ല അടുത്ത് തന്നെയാണ്. ഇതൊരു പുതിയ വീടാ. ഞാൻ ഇന്നലെ കണ്ടപ്പോൾ പുതിയ വീട്. പിന്നെ നിംസിന്റെ
പഴയ അവിടുത്തെ ഒരു വത്സല നഴ്സിംഗ് ഹോം, വത്സല നഴ്സിംഗ് ഹോം നിംസ് വിലയ്ക്ക് വാങ്ങി. അപ്പൊ അവരതിന്റെ ഗസ്റ്റ് ഹൗസോ മറ്റോ ആക്കാൻ വേണ്ടി അതിനടുത്തൊരു വീട് വാടക വാങ്ങി. ആ വീടാണ് ഇപ്പോൾ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സൗകര്യം അതിനകത്ത്. ഇന്നലെ ഞാൻ പിന്നെ ന്യൂസിൽ കണ്ടപ്പോൾ ഭയങ്കര പിന്നെ സൗകര്യം അതിനകത്ത്. അവിടെ സൗകര്യമൊക്കെയാണ്, എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കുന്നു. അത് അദ്ദേഹം അങ്ങനെ ധർമ്മടത്തിന് പോയി എന്തൊക്കെയായിരുന്നു. പിണറായി വിജയൻ ഇതാ ധർമ്മടത്തേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, എന്തൊക്കെ പ്രചാരണങ്ങളാണ് നടത്തിയത്. 6 പഞ്ചായത്തിലും അദ്ദേഹത്തെ പുറകിലാക്കി. ഒരു പഞ്ചായത്താണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇനി അദ്ദേഹം വീട്ടിൽ ഒതുങ്ങിക്കൂടി. അദ്ദേഹം ഇനി അല്ല അതൊക്കെ ആയിപ്പോയനെ. ഇതിപ്പോ കോൺഗ്രസ്സുകാരെന്നെ സഹായിക്കുകയാണ്. BJP എല്ലാം കണ്ട് ചിരിച്ച് മന്ദസ്മിതം തൂങ്ങി അപ്പുറത്തിരിപ്പുണ്ട്. കാരണം അവരുടെ റോള് വളരെ എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണല്ലോ.